ഹായ്, കുക്ക് ആൻഡ് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീടിനടുത്തുള്ള ആറിൻ്റെ അവിടെ ഇഷ്ടം പോലെ മീൻ പൊങ്ങിയെന്ന് പറഞ്ഞ് വന്ന് നോക്കിയതാണ്. വന്നപ്പോൾ കണ്ടത് പുല്ലൻ, തൂളി എന്നൊക്കെ പറയുന്ന മീനാണ്. ഒത്തിരി ചൂണ്ടക്കാരുണ്ടായിരുന്നു. അപ്പം തോന്നി എന്നാൽ ഒരു വീഡിയോ എടുക്കാമെന്ന അങ്ങനെ എടുത്താണ്. ഞാൻ വരുമ്പം ഓൾറെഡി ഇവർക്ക് 2 വാള കിട്ടിയായിരുന്നു. പുല്ലൻ വീശുകാർക്ക് ഇഷ്ടം പോലെ പുല്ലൻ കിട്ടുന്നുണ്ട്, പുല്ലൻ തൂളി എന്നൊക്കെ പറയുന്നത്. അതുപോലെ എൻ്റെ ഒരു കസിനുണ്ട്, അവനാണ് വിളിച്ചത്. അവൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അവൻ 3 ഹുക്ക് ചൂണ്ടയും കൊണ്ട് കിളയുടെ ഇടയിലോട്ട് ചൂണ്ട എറിഞ്ഞ് തിരിച്ച് വലിക്കുമ്പോഴാണ് പുല്ലൻ കിട്ടുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ കടവിലാണെങ്കിലും ഒത്തിരി പേര് അതുപോലെ തന്നെ സെയിമായിട്ട് വീശുന്നവരുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് വീശുന്നത് കാണിച്ചു തരും. അതുപോലെ വേറൊരു ചേട്ടൻ സ്ലിം ഷോട്ട് ചെയ്യാൻ വന്നായിരുന്നു. ആ ചേട്ടൻ സ്ലിം ഷോട്ട് ചെയ്യുന്നതും ആ ചേട്ടൻ ഇന്ന് രാവിലെ ഓൾറെഡി 3 വാള രാവിലെ പിടിച്ചതാണെന്നാണ് പറഞ്ഞത്. കൊടുത്തിട്ട് വിറ്റിട്ട് വന്നതാണ്. ഇതുകൊണ്ട് ഈ കാണുന്ന മുഴുവനും പുല്ലനാണ്. ഞാൻ വീഡിയോ ഒരുപാട് സമയമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു ചെറിയ വീഡിയോ ആക്കി സ്പീഡാക്കി ഇട്ടിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് കാണാം. ഇന്നത്തെ വീഡിയോ സൂപ്പറാണ്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇതൊന്ന് വീശി കിട്ടിയതാണ്. ഞാൻ വന്നപ്പോഴത്തേക്കിന് ഓൾറെഡി വീശി ചേട്ടനെ കുറച്ച് കിട്ടിയായിരുന്നു. അടുത്ത് വീശുന്നത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിലാണെങ്കിലും അത്യാവശ്യം ന്യായമായിട്ട് കണ്ട എൻ്റെ കസിൻ ജിജോ ആണ്. അവന് ഒരു പുല്ലനെ കിട്ടി. നമുക്ക് കാണാം. ചുമ്മാ റോഡും റീലും ചുമ്മാ എറിയുക, നേരെ വലിക്കുന്ന സമയത്ത് ലോക്ക് ചെയ്ത് വലിക്കുക. മീൻ കൂട്ടത്തിനകത്തോട്ടാണ് വീഴുന്നത്. കാരണം നമ്മുടെ ഹുക്ക് കൊണ്ടുവച്ച് ദേഹത്തൊക്കെ ആയിരിക്കും ചിലപ്പം അത് കൊള്ളുന്നത്. അവർ വീശുവലെന്നുള്ള പുല്ലനെ മുഴുവനും നേരെ നെറ്റിലേക്ക് ഇടുവാണ്. ജിജോയ്ക്കൊരു പുല്ലൻ കിട്ടിയെന്ന് പറഞ്ഞു. ജിജോയ്ക്കൊരു പുല്ലൻ കിട്ടിയെന്ന് ഞാൻ ഇങ്ങോട്ട് കാണാൻ വേണ്ടി വന്ന അതിനെ കയറ്റുന്നത്. അത് പോയെന്നാവും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പോഴാവും പറഞ്ഞു അത് പോയെന്ന്. സ്ഥലം നിങ്ങളോട് ഏതായാലും ഞാൻ പറയുന്നില്ല. സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഒരുപാട് പേര് വരും. ഇപ്പം തന്നെ ഒത്തിരി ചൂണ്ടക്കാർ കൂടിയെന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പറമ്പിൻ്റെ ഓണർമാർക്കൊക്കെ. ആ വീശുവല ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇടുന്നത്, ഒന്നും കൂടെ വീശുന്നത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവും അതിൽ എത്രമാത്രം മീൻ, ഒരു വീശിന് തന്നെ എന്തോരം മീൻ കിട്ടുമെന്ന്. ആ കാണുന്ന മുഴുവനും ഇതാണ്, പുല്ലനാണ്. പുല്ലനും അതിൻ്റെ ഇടയ്ക്ക് കുറുവപ്പരലുണ്ട്, അതിലുണ്ട്. പുല്ലൻ എത്ര സിമ്പിളായിട്ട് അവൻ ഇട്ടിട്ട് എടുത്തതെന്നാണല്ലോ. ഓൾറെഡി ന്യായമായിട്ട് എല്ലാവർക്കും ന്യായമായിട്ട് മീൻ കിട്ടുന്നുണ്ട്. ഇതൊരാഘോഷം പോലെയായിരുന്നു രാവിലെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. രാവിലെ വന്ന് ചൂണ്ടിടാൻ പറ്റിയ സ്ഥലമാണ്. നല്ല സ്ഥലമൊക്കെ സൂപ്പർ സ്ഥലമാണ്. വാളയും നാടൻ വാള ഇതിൻ്റെ ഈ പുല്ലൻ നിൽക്കുന്നതിൻ്റെ അടിയിൽ നാടൻ വാളയുണ്ട്. ഇങ്ങനെ തന്നെ പിടിച്ചതാണ് നാടൻ വാളയും. രാവിലെ ഇതിലും ആക്ടിവിറ്റി ഉണ്ടായതെന്ന് പറഞ്ഞു.
ഇവർ പറയുന്നത് നാടൻ വാള വരുമ്പോൾ വാളയുടെ മീശ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത്രയും ചൂണ്ടയിടയിലും അത്രയും ഐഡിയ ഉള്ളവരായിരിക്കാം. നമ്മൾ നിന്നിട്ട് കണ്ടൊന്നുമില്ല. ആ ചേട്ടൻ വീശാൻ വേണ്ടി പോവാണ്. നമുക്കും പതുക്കെ പുറകെ പോകാം. നമ്മൾ ഒത്തിരി അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ പൊങ്ങി നിൽക്കുന്നത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴ്ന്നു പോകും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി അടുത്തോട്ട് പോകുന്നില്ല. ആൾ പതുക്കെ നിന്ന് അവിടെ വീശി കയറ്റാറാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. പതുക്കെ പോവാണ്. ഫുള്ള് മീനാണ്. ആ കാണുന്ന മുഴുവനും, ആ അനങ്ങുന്ന മുഴുവനും മീനാണ്. ഇനി നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങോട്ടൊന്ന് പോയി അതൊക്കെ കയറി വരുന്നതാണോ? ഒറ്റ കോഴിനാണ്, ഒറ്റ വീശിനാണ് അത്രയും പുല്ലം കയറിയത്. വഴിയിലെല്ലാം പോവുക. ചേട്ടനാണെങ്കിൽ ഓടി നടന്ന് പുറക്കിയെടുക്കുകയാണ്. ചേട്ടൻ രണ്ട് കയ്യിലും പുല്ലനിരിക്കുക. എന്നിട്ടാണ് ചേട്ടൻ പിന്നെ ഓടുന്നത്. ഇവർ മീൻ വിൽക്കുന്നവരാണ്, അവിടെ തന്നെ ഉള്ളവരാണ്. മീൻ പിടിച്ചിട്ട് ഓൾറെഡി വിൽക്കുന്നതാണ്. നല്ല ഫ്രഷ് മീൻ വേണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി. നമ്മൾ വന്ന സമയത്ത് ആ കൂട് കാലിയായിരുന്നു. ഇപ്പോൾ ആ കൂട് ഏകദേശം നല്ലതായിട്ട് മീനായി. പിന്നെ നമ്മുടെ ഈ ചേട്ടനെ പറ്റി പറയാം. ഈ ചേട്ടനാണ് സൂപ്പറാണ്. ഈ ചേട്ടൻ ഇവിടുന്ന് ഓൾറെഡി 40 വാളയ്ക്ക് മേളിൽ പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 3 വാള കിട്ടിയതാന്ന് പറഞ്ഞ് ചേട്ടൻ വാള പിടിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് നമ്മുടെ ജിജോയുടെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ ജിജോ പറഞ്ഞിട്ട് ജിജോയ്ക്ക് 2 പുല്ലം പിടിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പുല്ലം പിടിക്കാൻ വന്നാണ്. കാരണം വളരെ സിമ്പിളായിട്ടാണ് പുല്ലനെ ഏറ്റുന്നത്. ചേട്ടൻ ഇന്ന് രാവിലെ 3 വാളനെ ഓൾറെഡി പിടിച്ചെന്നാണ് പറഞ്ഞത്. നാടൻ വാള 3 എണ്ണം കിട്ടിയെന്ന് പറഞ്ഞ്. ഇത് ചെയ്യുന്നത് ഒരു അത്രയും ഐഡിയയും അത്രയും പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സ്ലിംഗ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് പോയിൻറ്റിൽ മീനിട്ട് ഷോട്ട് കൊടുക്കാനായിട്ടുള്ള പ്രാക്ടീസ് വേണം, എക്സ്പീരിയൻസ് വേണം. ചേട്ടൻ ആ കാര്യത്തിൽ പുലിയാണ്. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, എല്ലാവർക്കും ബൈ. ഇത് ഇന്ന് കിട്ടിയ മീനൊക്കെയാണ്. ഓൾറെഡി ഈ വാള 2 ഇന്ന് സെയിലായി.